ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ പൂമല ഡാമാണ് കേട്ടോ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ വീക്കെൻഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ ഓഫീസിലെ ടീം ഫുള്ള് നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് വേറെ ഒരു കാരണം കൂടി ഉണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് മാമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ 1K ഫോളോവേഴ്സിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന് ഞങ്ങൾക്ക് 60,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ 2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. 3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ സ്ഥലമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്, പൂമല ഡാം. ഇവിടെ ഡാമുണ്ട്, ഇതൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത്, പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് കുറച്ചും കൂടിയും വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. നമ്മൾ കയറി വരുന്ന അവിടെ തന്നെ ഡാമാണ്. ഇതാണ് ഡാം വരുന്നത്. അപ്പോൾ ഇത്രയും വെള്ളമുണ്ട് ഇവിടെ. അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാനും. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ചെറിയ മഴ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെന്താ, ഞങ്ങൾ ചെന്നപ്പോൾ മഴയില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ചെറിയ വെയിൽ പോലെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സമയത്ത് ചെന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നു. എന്നിട്ട് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ ഫുൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരിക, കുറച്ച് നേരം ചില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്ലാൻ. പിന്നെ നെക്സ്റ്റ് അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഇനി എവിടെ ചെല്ലുമ്പോഴാണ് മഴ കിട്ടുക എന്നൊന്നും അറിയില്ല. പക്ഷേ മഴ ഉണ്ടെങ്കിലും രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ആദ്യം നേരത്തെ കണ്ടത് ആ മുകളിൽ നിന്ന്, ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. ഇതായിരുന്നു ഫ്രണ്ട് വ്യൂ. ശരിക്കും മഴയില്ലാത്ത സമയത്ത് മുന്നേ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇവിടേക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ പക്ഷേ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും വേറെ വിസിറ്റേഴ്സൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം വരുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ അടിച്ച് പൊളിക്കായിരുന്നു. അപ്പോൾ നല്ല രസമാണ്. പിന്നെ ഇവിടെ താഴെ കുറച്ച് ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ മാത്രം ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങാൻ, പക്ഷേ കുറച്ച് പേടിയായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് പതുക്കെ ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര ഡേഞ്ചർ സ്പോട്ടൊന്നുമല്ല. അങ്ങനെ സാധാരണ പോലെ ഇറങ്ങി. എന്നിട്ട് നമ്മളവിടെ പോവാം, കുറച്ച് നേരം അവിടെ ഇരിക്കുക. പക്ഷേ അധികം അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് അവിടെ പോയി നിന്ന് നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ കയറി വന്നു. അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. അധികം നേരമൊന്നും നിന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ കല്ലിൻ്റെ അവിടെ ഇരുന്നാൽ മതി. അപ്പം നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. ഇനി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ട് വെള്ളച്ചാട്ടം നിൽക്കുന്ന പോലെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ 60,000 ഫോളോവേഴ്സായി. ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ 52 ആയിരുന്നു. എനിക്കിത് വേണം, കിട്ടില്ലേ? എല്ലാവരും കേക്ക് കഴിക്കുന്നു. അവിടെ ഒറ്റയ്ക്ക് പോയി കഴിക്കുന്നു. ഒരാളെ മൊത്തത്തിൽ കഴിക്കുന്നു. നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ സെലിബ്രേഷനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മിനി ഊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു വ്യൂ ഇല്ല. ഞാൻ കണ്ണെടുക്കില്ലേ, പിടിക്കണ്ട. ഞാൻ പറയുമ്പോ കണ്ണു തുറക്കാൻ പാടില്ല. വെയിറ്റ് കണ്ണു തുറക്കരുത്. തുറന്നോ എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇവിടുന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, ശരിക്കും ഊട്ടിയിൽ ചെന്നാൽ നമ്മൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതേപോലെയാണ്. കുറച്ചും കൂടെ നമ്മൾ നേരത്തെ രാവിലെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും അതേ കറക്റ്റായിട്ട് കണ്ടേനെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ശരിക്കും ഞങ്ങളോട് സാർ ഇങ്ങനെ കണ്ണടച്ചിട്ട് തുറക്കാനാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ വ്യൂ നമുക്ക് ശരിക്കും കാണുമ്പോൾ അത് ശരിക്കും മനസ്സിലാവുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് കേട്ടോ.
നേരത്തെ ഞങ്ങൾ കാറിൽ നിന്ന് കണ്ട ആ വ്യൂവിൻ്റെ കറക്റ്റ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ടൗണിലെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ശോഭ സിറ്റി, തൃശ്ശൂർ ടൗൺ, പിന്നെ പള്ളികൾ, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരമാണ് സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോവാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറേ തവണ പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കാണാം. ചെപ്പാറ റോക്ക് ഗാർഡൻ, ഇതാണ് ഞങ്ങളുടെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ വരുന്നത്. ആദ്യം ഞങ്ങൾ പോയത് പൂമല ഡാം, പിന്നെ മിനി ഊട്ടി, പിന്നെ 3ാമത്തെ ചെപ്പാറ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാറയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ളൊരു വ്യൂ ആണ് ശരിക്കും. ഞാൻ പണ്ട് കോളേജിൽ നിന്ന് ടൂർ പോയപ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്നപ്പോൾ കുറേ ഇങ്ങനെ ആടുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവരിങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന കാണാൻ. ചെറിയ കുഞ്ഞാടുകളുണ്ട്, വലിയ ആടുകളുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ പോകുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്കൊക്കെ വരുന്നത്. അപ്പോൾ കുറേ നാളെ വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബജിയൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറണം. പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങണം എന്ന് വെച്ചാൽ ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പ്ലാൻ ഫുള്ള് വെള്ളത്തിലായി എന്ന് പറയുന്ന പോലെയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കയറാൻ വേണ്ടി ഇരുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ മഴ പെയ്തപ്പോൾ കുറേ പേര് ആ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മഴ പെയ്ത് കഴിഞ്ഞാൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാറയുടെ മുകളിൽ ചിലപ്പോൾ വഴുക്കലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ കയറണ്ട, തിരിച്ച് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞത്. പക്ഷേ നല്ല രസമായിരുന്നു ഈ മഴയത്ത് ഈ ചായയൊക്കെ കുടിച്ച് ആ ചായക്കടയിലിരിക്കാൻ. പക്ഷേ മഴ എന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ കടയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് തന്നെ ഞങ്ങൾക്ക് മഴ കൊള്ളുമായിരുന്നു. എല്ലാവരും ഫുൾ നനഞ്ഞു, അത്രയ്ക്ക് മഴയായിരുന്നു. ഞങ്ങൾക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഭാഗ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. മഴ പെട്ടെന്ന് തന്നെ നിന്നു. നല്ലോണം മഴ പെയ്തിട്ട് അത് നിന്നു. അപ്പോൾ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല രസമായിരുന്നു ശരിക്കും. ഞങ്ങൾ വന്നപ്പോഴത്തേക്കാട്ടും ഭംഗിയായിരുന്നു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ അവിടേക്ക് ചെല്ലുമ്പോൾ അറ്റ്മോസ്ഫിയർ ഫുള്ള് ചേഞ്ചായി ആകെ. നല്ല രസമായിരുന്നു കാണാൻ. നമുക്കിവിടെ കയറുമ്പോൾ ഈ പിടിമ പിടിച്ച് കയറണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് പേടിയാവും. അപ്പോൾ കയറാം. നല്ല രസമായിരുന്നു കയറിയപ്പോൾ. ശരിക്കും ഞാൻ അന്ന് ഞങ്ങൾ മുംബൈയിലായിരുന്നു ടൂർ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇതാണ് ഓർമ്മ വന്നത്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണെന്ന് തോന്നുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഉണ്ണി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സെറ്റൊക്കെ ചെയ്തിട്ട് ചെറിയൊരു കുഞ്ഞ് ചെയറൊക്കെ വെച്ചിട്ട് അവർ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അപ്പം അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അത് തൃശ്ശൂർ ചെപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ ഈ ഒരു പാറയുടെ പേര്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. പീസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ശരിക്കും തിരിച്ചിറങ്ങാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ ഇരിക്കാൻ തോന്നി. പക്ഷേ ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീക്കെൻഡിൽ ഞങ്ങളുടെ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ ഞങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് പോവുക അതൊക്കെ ഞാൻ അടുത്ത ഒരു വ്ളോഗിലിടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് വരുന്നത് വരെ ബൈ.